ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി 2024-25 അധ്യയന വർഷത്തെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിലെല്ലാ ആൻസേഴ്സും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് പ്രവർത്തനം ഒന്ന് നോക്കിയാലോ. ഒന്നെന്താണ്? വായിക്കാം, എഴുതാം. വാക്കിൻ്റെ പോക്ക്. ഭാഷയിലെ ഏറ്റവും പ്രധാന ഘടകം വാക്യമാണ്. ഒരു കാര്യം വാക്യത്തിൽ പറയുമ്പോഴാണ് ഏറെക്കുറെയെങ്കിലും അർത്ഥബോധം ഉണ്ടാകുന്നത്. വാക്കുകൾ കൂട്ടിച്ചേർത്താണല്ലോ വാക്യം ഉണ്ടാക്കുന്നത്. നല്ല ശ്രദ്ധയോടെ വാക്കുകൾ തിരഞ്ഞെടുത്ത് പ്രയോഗിക്കുന്നവരാണ് ഭാഷാ പ്രയോഗത്തിൽ വിജയിക്കുന്നത്. വേണ്ട വാക്ക് വേണ്ടിടത്ത് ഉപയോഗിക്കാൻ കഴിയണം. പ്രിയംവദമാരെ ശ്രദ്ധിച്ചു നോക്കൂ. അവർ വശ്യമായ വാക്കുകൾ വാക്യത്തിൽ വിന്യസിക്കുന്നത് കാണാം. അവൻ്റെ തൊണ്ട ശവക്കുഴിയാകുന്നു എന്ന് ബൈബിളിൽ പ്രയോഗമുണ്ട്. ഏറ്റവും നീചമായ നിലയിൽ ഭാഷ ഉപയോഗിക്കുന്നവരെയാണ് ഈ പ്രയോഗം ലക്ഷ്യമാക്കുന്നത്. അപ്രിയമായ വാക്കുകൾ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ നിരത്തിയാണ് അത്തരം ആളുകൾ വാക്യം നിർമ്മിക്കുന്നത്. അത് ശീലമാക്കിയാൽ ഭാഷയും അതുവഴി വ്യക്തിത്വവും ചീത്തയാകും. അതുകൊണ്ട് തന്നെ അതിശയിപ്പിക്കുന്നൊരു ഭാഷാ വസ്തുവാണ് വാക്ക്. ഡോക്ടർ സാബു കോട്ടയ്ക്കൽ. പ്രിയംവദമർ എന്ന് പറഞ്ഞാൽ നല്ലത് പറയുന്നവരല്ലേ. വശ്യം, യെസ്, ആകർഷകം. അപ്പം നമ്മൾ വായിച്ചു. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയി നോക്കിയാലോ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഒരു കാര്യം അർത്ഥബോധത്തോടെ ഗ്രഹിക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? വാക്യത്തിൽ മനസ്സിലാക്കുമ്പോൾ, വാക്കുകളെ അറിയുമ്പോൾ, അർത്ഥമറിയുമ്പോൾ, ആഴത്തിൽ ചിന്തിക്കുമ്പോൾ. ആൻസർ എന്താണ്? അതെ, വാക്യത്തിൽ മനസ്സിലാക്കുമ്പോഴാണല്ലേ. ആൻസർ ഓപ്ഷൻ എ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭാഷാ പ്രയോഗത്തിൽ വിജയിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അറിവ് നേടണം, ശ്രദ്ധയോടെ വാക്കുകൾ തിരഞ്ഞെടുക്കണം, രസകരമായ ഭാഷ പ്രയോഗിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം. ആൻസർ എന്താണ് കൂട്ടുകാരെ? അതെ, ഓപ്ഷൻ ബി ആണല്ലോ. എന്താണ്? ശ്രദ്ധയോടെ വാക്കുകൾ തിരഞ്ഞെടുക്കണം. അതിൽ മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഭാഷയും വ്യക്തിത്വവും മോശമാകുന്ന സാഹചര്യം ഏതാണ്? വലിയ വാക്കുകൾ ചേർത്ത് വാക്യം നിർമ്മിക്കുമ്പോൾ, മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ഭാഷ പ്രയോഗിക്കുമ്പോൾ, ഭാഷ ഉപയോഗിക്കാതിരിക്കുമ്പോൾ, തുടർച്ചയായി എഴുതുമ്പോൾ. ആൻസർ ഏതാണ്? അതെ, ഓപ്ഷൻ ബി ആണല്ലേ. എന്താണ്? മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ഭാഷ പ്രയോഗിക്കുമ്പോഴാണല്ലേ. ഞാൻ നാലാമത്തെ ചോദ്യം. അതിശയിപ്പിക്കുന്ന ഭാഷാ വസ്തുവായി പരിഗണിക്കാൻ കഴിയുന്നത്? നല്ല വാക്കുകൾ ചേരുന്ന വാക്യം, നല്ല വാക്കുകൾ തരുന്ന അർത്ഥം, വാക്യവും അർത്ഥവും വാക്യങ്ങളുടെ കൂട്ടം. ഇതിലേതാണ് ആൻസർ വരുന്നത്? അതെ, ഓപ്ഷൻ ബി ആണല്ലേ. അതിശയിപ്പിക്കുന്ന ഭാഷാ വസ്തുവായി പരിഗണിക്കാൻ കഴിയുന്നത് അതെ, നല്ല വാക്കുകൾ തരുന്ന അർത്ഥമാണ്. നെക്സ്റ്റ് നോക്കൂ. വ്യക്തിയെ പ്രിയങ്കരനാക്കാൻ നല്ല കൂട്ടുകാരനെ പോലെ സഹായിക്കുന്ന ഘടകമേതാണ്? നല്ല കൂട്ടുകാരും നല്ല വാക്കുകളും, നല്ല കൂട്ടുകാരും പണവും, നല്ല കൂട്ടുകാരും പുസ്തകങ്ങളും, നല്ല കൂട്ടുകാരും ഭക്ഷണവും. ഏതാണ് ആൻസർ വരിക? അതെ, ഓപ്ഷൻ എ ആണല്ലേ. എന്താണ്? നല്ല കൂട്ടുകാരും നല്ല വാക്കുകളും. ഓക്കെ, നമുക്ക് പ്രവർത്തനം 2 നോക്കാം. അനുഭവക്കുറിപ്പ്. അമ്മ എവിടെ എന്ന ടീച്ചറുടെ ചോദ്യത്തിന് എനിക്ക് അമ്മയില്ലെന്ന് ഞാൻ പറഞ്ഞു. ടീച്ചർ എന്നെ ചേർത്ത് പിടിച്ചു. ഞാനില്ലേ നിനക്കെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. വാക്കുകൾ ഇതുപോലെ നിങ്ങളെ സന്തോഷിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലേ? ഒരനുഭവം കുറിപ്പായി എഴുതുക. അപ്പോൾ ഒരനുഭവക്കുറിപ്പാണല്ലേ എഴുതേണ്ടത്. അത് നിങ്ങളുടേതായ ഒരു അനുഭവമാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ ഒരു മാതൃക നൽകുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ സന്തോഷിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ള വാക്കുകൾ ഉണ്ടാവില്ലേ? അതൊരു അനുഭവമായിട്ട്, ഒരു കുറിപ്പായിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, ദെൻ പ്രവർത്തനം 3. തത്സമയ വിവരണം. സ്കൂൾ കലോത്സവം താളമേളത്തോടെ വിദ്യാലയത്തിൽ പുരോഗമിക്കുകയാണ്. കലാപരിപാടികളുടെയും കുട്ടികളുടെ പങ്കാളിത്തത്തിൻ്റെയും ആവേശം ചോർന്നു പോകാതെ കലോത്സവത്തിൻ്റെ തത്സമയ വിവരണം തയ്യാറാക്കുക. അപ്പോൾ തത്സമയ വിവരണമാണല്ലേ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഇന്ന് കൗമാരത്തിൻ്റെ ഗന്ധമാണ്. സ്കൂൾ കലോത്സവം താളമേളങ്ങളുടെ സംഗീതത്തോടെ പുരോഗമിക്കുകയാണ്. സ്കൂളിൻ്റെ മുറ്റത്ത് കുട്ടികളുടെ ആവേശഭരിതമായ ഘോഷയാത്രയ്ക്കൊപ്പം പരിപാടിക്ക് തുടക്കം കുറിച്ചു. പ്രധാന വേദിയിൽ നാടകങ്ങളുടെയും നൃത്തങ്ങളുടെയും സംഗീത പരിപാടികളുടെയും ഗാനം മുഴങ്ങുമ്പോൾ മറ്റൊരു വേദിയിൽ ചിത്രരചന, കവിതാരചന തുടങ്ങിയ കലാരൂപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരുടെയും ബുദ്ധിയുടെയും സൃഷ്ടിയുടെയും പൊട്ടിയൊഴുക്കാണ് ഓരോ മത്സരവും. കുട്ടികളുടെ മുഖത്ത് വീശുന്ന
വീശുന്ന ആവേശത്തിൻ്റെ പ്രകാശം കാണുമ്പോൾ തന്നെ കലോത്സവത്തിൻ്റെ രൂപം മനസ്സിലാക്കാം. പാട്ടുകൾ, നൃത്തങ്ങൾ, കഥകളുടെ താളമേളങ്ങൾ തുടങ്ങിയവ ഒരുമിച്ച് ഇതൊരു ഉത്സവമായി മാറ്റുന്നു. കുട്ടികൾ പരസ്പരം സഹകരിച്ച് മത്സരിച്ച് ഓരോ കളികളും ആസ്വദിക്കുന്നു. അധ്യാപകരുടെ പ്രോത്സാഹനവും രക്ഷിതാക്കളുടെ സാന്നിധ്യവും ഈ കലോത്സവത്തെ കൂടുതൽ മധുരമാക്കുന്നു. കലാലയം എന്ന പേര് അനർത്ഥമാക്കിക്കൊണ്ട് ഉത്സവം എല്ലാവരുടെയും മനസ്സിന് നടുവിലേക്ക് പകർന്നിരിക്കുകയാണ്. വിജയമോ തോൽവിയോ എന്നുള്ളതിൽ കവിഞ്ഞ് ഓരോ കുട്ടിയും പ്രകടിപ്പിക്കുന്ന കരുത്താണ് ആഘോഷത്തിൻ്റെ പ്രധാന ഭാഗം. ഇതാ കഴിഞ്ഞ മത്സരത്തിൽ വിജയിയെ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് അണിയറയിൽ നിന്ന് മൈക്ക് പ്രഖ്യാപനം ഹാളിൻ്റെ മുഴുവൻ ആവേശം വർദ്ധിപ്പിച്ചു. അപ്പം കൂട്ടുകാരും എന്ത് ചെയ്യുക? യെസ്, ഇതുപോലൊരു ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 4, വിശകലനക്കുറിപ്പ്. പ്രകൃതി ഒരു ചിത്രശാലയാണ്. നാനാവർണ്ണങ്ങൾ ചാലിച്ചു ചേർത്ത് സർവ്വ ജീവജാലങ്ങളും ഇവിടെ ചിത്രവിരുന്നൊരുങ്ങുകയാണ്. ചിത്രശലഭങ്ങൾ എന്ന കവിത വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. വിശകലനക്കുറിപ്പാണല്ലോ. ഓക്കെ, നമുക്ക് എഴുതാം. കുട്ടിക്കാലത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് പറയുന്നൊരു കവിതയാണ് ചിത്രശലഭങ്ങൾ. ചിത്രകലയും സംഗീതവും കവിതയുമെല്ലാം ഉണ്ടായത് പ്രകൃതിയിൽ നിന്നാണ്. ചരിത്രാതീത കാലത്ത് ചിത്രശലഭങ്ങളായിരിക്കണം ചിത്രകലയെ മനുഷ്യന് പരിചയപ്പെടുത്തിയതെന്നാണ് കവി പറയുന്നത്. അതുകണ്ടാവാം മനുഷ്യർ ഗുഹാചിത്രങ്ങൾ വരച്ചത്. സൗന്ദര്യത്തെയും വൈരൂപ്യത്തെയും കവിതയിൽ പരാമർശിക്കുന്നുണ്ട്. നമുക്കറിയാം ചിത്രശലഭങ്ങളുടെ ചിറകുകൾക്കാണ് ഭംഗി, ശരീരത്തിനല്ല. ശരീരം ഭംഗിയുള്ളതായി തോന്നുകയില്ല. ചിത്രശലഭത്തെ എടുത്താൽ സൗന്ദര്യവും വൈരൂപ്യവും കൂട്ടിക്കെട്ടി വൈരൂപ്യത്തെ സൗന്ദര്യമാക്കി മാറ്റുകയാണ്. അവ പ്രകൃതി തന്നെ ഒരു ചിത്രശാലയാണെന്നും എല്ലാ ജീവജാലങ്ങളും അതിലെ വർണ്ണങ്ങൾ ചാലിച്ച് ചേർത്ത് രൂപപ്പെടുത്തിയതാണെന്നും അവയെല്ലാം ചേർത്തൊരുക്കുന്ന ചിത്രവിരുന്ന് തന്നെയാണ് ഈ പ്രകൃതിയും എന്നാണ് കവി പറയുന്നത്. മനുഷ്യൻ അവൻ്റെ ബാല്യകാലത്ത് ചിത്രശലഭങ്ങളെ പോലെ പാറി നടക്കുന്നു. ഭാവനയുടെ ചിറകിലേറിയും നിഷ്കളങ്കതയുടെയും ആഹ്ലാദിച്ചു നടക്കുന്ന കാലമാണത്. വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിഞ്ഞ് പൂമ്പാറ്റ പുഴുവിൻ്റെ അവസ്ഥയിലാകുന്നു മനുഷ്യരും. കവിതയിൽ തെളിയുന്ന ജീവിത കാഴ്ചപ്പാടുകളെ തിരിച്ചറിഞ്ഞ് കുട്ടികളിൽ സ്നേഹം, ഒരുമ, ഐക്യം എന്നിവ ഉണ്ടാക്കുവാൻ ഈ കവിത പ്രചോദനം നൽകുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലൊരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കിയാലോ. ഇതിലൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, നോക്കൂ. ചിത്രശലഭങ്ങൾ എന്ന കവിത എഴുതിയത് ആരാണ്? അത് എസ് ജോസഫ് ആണല്ലേ. ദെൻ പ്രവർത്തനം 5 നോക്കിയാൽ. ഇമെയിൽ സന്ദേശം. അങ്കുവാനക്കോണിലെ മിന്നി നിന്നൊരു അമ്പിളിക്കലയ്ക്കുള്ളിലെ ചോര കൺമുയൽ. വൈക്കം വിജയലക്ഷ്മിയുടെ ഈ പ്രസിദ്ധ ഗാനം ശ്രദ്ധിച്ചിട്ടില്ലേ? കാഴ്ച പരിമിതിയെ സംഗീതം കൊണ്ട് അതിജീവിക്കുന്ന കലാകാരിയെ അഭിനന്ദിച്ച് ഇമെയിൽ അയക്കാൻ സന്ദേശം തയ്യാറാക്കുക. അപ്പോൾ ഇമെയിലൊക്കെ നമ്മൾ സന്ദേശം മെസ്സേജ് അയക്കാറുണ്ട്, നമ്മളതിനൊക്കെ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? എന്താണ് ഇവിടെ വിഷയം എന്ന് പറയുന്നത്? എസ് വിജയലക്ഷ്മിയുടെ കാഴ്ച പരിമിതിയെ സംഗീതം കൊണ്ട് അതിജീവിക്കുന്ന കലാകാരിയായ വൈക്കം വിജയലക്ഷ്മിയെ അഭിനന്ദിച്ചിട്ടാണ് നമ്മളിവിടെ ഇമെയിൽ സന്ദേശം തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഒരു ഇമെയിൽ സന്ദേശം തയ്യാറാക്കുമ്പോൾ എന്ത് കാര്യങ്ങൾ വേണം കൂട്ടുകാരെ? യെസ്, ഫ്രം വേണമല്ലേ നിങ്ങൾ ഇമെയിൽ ID. ദെൻ സബ്ജക്റ്റ് വിജയലക്ഷ്മി മാഡത്തിന് അഭിനന്ദനങ്ങൾ. ദെൻ നമുക്ക് വിഷയം എഴുതാം. പ്രിയ വിജയലക്ഷ്മി മാഡം, അങ്ങുവാനക്കോണിൽ മിന്നി നിന്നൊരമ്പിളി എന്ന ഗാനം ഞാൻ എത്ര പ്രാവശ്യം കേട്ടു എന്ന് എനിക്കറിയില്ല. അത്ര മനോഹരമായി മാഡം അത് പാടിയിട്ടുണ്ട്. നിങ്ങളുടെ ശബ്ദത്തിൻ്റെ മാധുര്യം മനോഹരമാണ്. അതിനൊപ്പം ഞങ്ങളുടെ കാഴ്ച പരിമിതിയെ അതിജീവിച്ചിരിക്കുന്ന തപസ്യയും പ്രതിബദ്ധതയും ഒരുപാട് പ്രചോദനകരമാണ്. സംഗീതം കാഴ്ചയ്ക്ക് അതീതമായ ഒരു അനുഭവമാണെന്ന് നിങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് തുറന്നു കാട്ടുന്നു. നിങ്ങളെ എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. നിങ്ങളുടെ ശബ്ദം പോലെ നിങ്ങളുടെ ജീവിതവുമായിരിക്കാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ വരാനിരിക്കുന്ന പ്രോജക്റ്റുകൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. സ്നേഹപൂർവ്വം എന്ത് ചെയ്യുക? നിങ്ങളുടെ പേരും കൂടി എഴുതുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലൊരു ഇമെയിൽ മെസ്സേജ്, അത് സന്ദേശം നിർമ്മിക്കുക. ഇതുപോലെ എഴുതി തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൻകടൽ പോലെ പരന്നിതു വമ്പട. ഇവിടെ പറയുന്ന വമ്പട എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പാണ്ഡവ സൈന്യം, കൗരവ സൈന്യം, കാലാൾപ്പട, വെള്ളക്കുതിര. ഇവിടെ പറയുന്ന വമ്പട അതെ പാണ്ഡവ സൈന്യമാണല്ലേ. ഓക്കെ, ഇതിന് പ്രവർത്തനം 6 നോക്കൂ. കുട്ടികൾ ഞങ്ങൾ കുന്നിൻ ചെന്നാൽ കുന്നിൽ നിറയെ പൂവിരിയും, കുയിലുകൾ പാടും, മയിലുകളാടും, കുന്നോരം കുളിരണിയും. ജയനാരായണൻ, തൃക്കാക്കര. വരികൾ വായിച്ചില്ലേ? ആസ്വദിച്ചൊരു കാഴ്ചയെക്കുറിച്ച് നിങ്ങളല്ലേ ആസ്വദിച്ചൊരു കാഴ്ചയെക്കുറിച്ച് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആസ്വദിച്ച ഒരു കാഴ്ചയെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതിന് ബി ക്വസ്റ്റ്യൻ നോക്കൂ. മതിമോഹന ശുഭനർത്തനം ആടുന്നത് ആരാണ്? നർത്തകി, മലയാളം കവിത, കുട്ടികൾ,
കവികൾ പാട്ടുകാർ. ആരാണ് കൂട്ടുകാരെ? അതേ മലയാള കവിതയാണല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? മലയാള കവിത. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആസ്വദിച്ചൊരു കാഴ്ചയെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ ആസ്വദിച്ച ഏതെങ്കിലും ഒരു കാഴ്ചയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.